എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഹലോ ഗായ്സ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് കേട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണം ഞങ്ങള്. ഭയങ്കര ഹരാടാ, കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രം ഉള്ളേ അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ, കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം, ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടില് കുറെ ടർഫ് കളിച്ചിട്ട് കുണ്ടിത്തി വീണ്, അവിടെ എല്ല് കുത്തിന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഞാനിനി അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ, അഥവാ ഞാൻ സേഫ് ആയിട്ട് നിക്കലുള്ളൂ. ഞാൻ അഥവാ ആരെങ്കിലും എന്താണ് ഇവിടെ നോക്കിക്കണെന്ന് പറഞ്ഞാണ് കുണ്ടി കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ മച്ചു. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ തിനി. എടാ കയ്യിലൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പോല്ലേ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞൊല്ല നേപ്പാൾ, അതിന്റെ മുമ്പത്തൊല്ല ശ്രീലങ്ക, അതിന്റെ മുമ്പത്തൊല്ല ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? അല്ല പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിണ്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തരെ പോലീസുകാരുണ്ടാവും. ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെയൊക്കെ വെക്കുണ്ടാവും പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു തല. ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്ന കണ്ടിട്ട് ആകെ ചോരൊക്കെ ഒളിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടക്ക 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 ടക്ക. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങള് 3 ആളും ഒരു PMK ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ജെൻസികള് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാനേ? അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞല്ല നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കണ അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ. അങ്ങനത്തെ പല പല സീന് വരാണ്ടടാ. പോയി പങ്കെടുക്കടാ. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാല് ഇന്നലെ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിനി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ലീഗൽ അഡ്വൈസറെ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യയിൽ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പത്തെ എന്തോ ഒരു ആവേശത്തില് എന്തോ നമ്മളിപ്പോ വണ്ടി അടിച്ചാല് എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല. അതേമാതിരി എങ്ങനെയോ ഞാൻ ഈ സാധാരണ വീഡിയോ ചെയ്യാനാണ്. പക്ഷെ അപ്പൊ എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഇതുമില്ല, അറിയാതെ പറ്റിപ്പോയി. അപ്പൊ അതിന് ഞാൻ എല്ലാരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാര് കേസ് കൊടുത്ത്, ഒരുപാട് ആൾക്കാര് മറ്റേ ഡൽഹി പോലീസിനെ മെൻഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാണിക്കും. ഒരു പരിധിയില്ലടാ. ഈശ്വര അടുത്ത കുരിശ്. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. കാരണം എന്താ വെച്ചാല് നമ്മള് കേരളക്കാരല്ലടാ. ഒരു തെറ്റ് പറ്റി പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ. ഞാന് എന്തെങ്കിലും ഞാൻ മതകീയായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യലുണ്ട്, രാഷ്ട്രീയമായിട്ട് ഞാൻ ആരെയും കളിയാക്കലില്ല. ഞാൻ എന്റെ വ്ളോഗ് ഇടലുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോ റിയാക്ട് ചെയ്യലുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യലുള്ളൂ. അല്ലാതെ ഞാൻ എന്റെ തെറ്റാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇത് പറയണത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ. മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാപ്പ് പറയണത് സോഷ്യൽ മീഡിയയിൽ ചെയ്തൊരു തെറ്റാണ്. അത് ഞാൻ തിരുത്തി ഡിലീറ്റ് ചെയ്തിന് 5 മിനിറ്റിന്റെ ഉള്ളിൽ. പക്ഷെ അത് സ്പ്രെഡായി. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ സോറി പറയാം. കാരണം എന്താ വെച്ചാല് ഞാൻ എന്റെ പേര് OK അനാഷ് എന്നാണ്. എന്റെ ശരിക്കത്തെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. ഞാൻ ആ പേര് പോലും ഞാൻ ഇതിലിടല്ലേ. കാരണം എന്താ വെച്ചാല് നമ്മളെ വീഡിയോ എന്നുള്ള എല്ലാരും കാണുന്നതാണ്. കുറെ ആൾക്കാര് രാജ്യദ്രോഹി, തീവ്രവാദി, സുഡാപ്പി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ പാടെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ മാനസിക നല്ല തെറ്റുണ്ടടാ.
നമ്മള് മെന്റലി ഇനി എന്താ ചെയ്യാ, അങ്ങനെ മേലക്ക് ആലോചിക്കുക. കാരണം എന്താ വെച്ചാല് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മുഴുവൻ മെസ്സേജ് അയക്കുക, കോള് ഇന്നിപ്പോ 1000 കോള് വന്നതേക്ക് ഓലൊക്കെ വിളിക്കുന്നതാണ് തീവ്രവാദി, സുഡാപ്പി, അങ്ങനെ. അപ്പൊ നമ്മളെ മൈൻഡ് ഇങ്ങനെ മാറുക, ഇനിയിപ്പോ മരിച്ചാലോ, അങ്ങനത്തെ ഒക്കെ തോട്ട് വരും നമ്മളെ മൈൻഡിക്ക്. നമുക്ക് ബോംബെയിലെ ദാവൂദിനെ ഇറക്കിയാലോ? അതെന്തിനാണ്? ഇവനെ കൊല്ലാൻ. ഞാനെന്താ വെച്ചാല് സോറി പറയാണ്, കാരണം തെറ്റ് പറ്റിപ്പോയി. നമ്മള് കേരളക്കാരല്ലടാ, നമുക്ക് ക്ഷമിച്ചൂടെ? നമ്മള് എന്താണ് ചിലപ്പോ ഇതിൽ നിങ്ങള് നമ്മളേത് എനിക്കൊരു പാർട്ടിയും ഇല്ല. നമ്മള് UDF LDF ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ ഞാൻ ഏതെങ്കിലും പാർട്ടിനെ കുറ്റം പറയണേ? എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്നല്ലാതെ ഞാൻ അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പൊ നിങ്ങൾ അങ്ങനൊന്നും ഇത് വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ നാഷണൽ വള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. അങ്ങോട്ടേക്കൊക്കെ മെൻഷൻ പോയി അങ്ങനെ വീഡിയോ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. ഇതൊക്കെ എന്ത്? കാരണം എന്റെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ, സോറി. ഇനി ഇങ്ങനത്തെ ഇതുപോലത്തെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ ചെയ്യണമില്ല, ഒന്നും ഇതാക്കണമില്ല, നിർത്തി. കാരണം എന്താ വെച്ചാല് ആകെ മെന്റലിടാ, ആകെ ഒരു സുഖം കിട്ടില്ലടാ, ഭയങ്കരടാ. അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു, ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കണം.